എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ ശ്രീ ഷോൺ ജോർജ്? അതിന് ഏതെങ്കിലും ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ആരാന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ ശ്രീ CR നീലകണ്ഠനാണ് സംസാരിച്ചത്. സാറിന് കുറെ ഒക്കെ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ഫോളോ അപ്പ് നടത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ പറയട്ടെ, 2023 ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഖനനം നിർത്തിവെക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ജിയോയിൽ ഇതുമായി ഖനനം നടത്താൻ 2019 തീരുമാനമെടുക്കുന്ന ജിയോയിൽ ഇത് കരിമണലാണെന്നും എന്നാൽ ഇത് വാരിക്കൂട്ടുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സാധാരണ ഓർഡറിന്മേലാണെന്നും ഇതിന്മേൽ ഈ കരിമണൽ ആണെങ്കിൽ ഇതിന്റെ വാല്യുവേഷൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് വാല്യുവേഷൻ എടുത്ത് ഇതിന്റെ ഒരു അസസ്മെന്റ് നടത്തേണ്ടതാണെന്നും ആ ജിയോയ്ക്കകത്തുണ്ട്. പിന്നീട് തന്നെ അതിന്റെ ഡീറ്റെയിൽ വരുമ്പോഴത്തേനും അസസ്മെന്റ് നടത്താൻ പറഞ്ഞ ഏജൻസികൾ അസസ്മെന്റ് നടത്താത്തത് കൊണ്ട് KMML പറഞ്ഞ റേറ്റിൽ, KMML-ഉം KSIDC-യും പറഞ്ഞ റേറ്റിൽ അത് ഉറപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 30,000 രൂപ ഒരു മെട്രിക് ടണ്ണിന് വിലയുള്ള സാധനം 464 രൂപയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ CR സാറ് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇത്രയേറെ മണല് എടുത്തുകൊണ്ട് പോയ 52 ലക്ഷം മെട്രിക് ടൺ എന്നാണ് അവിടെ നിന്നും എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഏറ്റവും കുറഞ്ഞത് ഈ കാലങ്ങളിൽ എടുത്ത 2019 മാസപ്പടിക്കൊക്കെ ശേഷം എടുത്താണ് കേട്ടോ ഇത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ 52 ലക്ഷം മെട്രിക് ടണ്ണിന്റെ വാല്യുവേഷനാണ് ഞാൻ പറഞ്ഞത് 40,000 കോടി രൂപ. അവിടെ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ റിപ്പോർട്ടിൽ 4 കാര്യങ്ങളാണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഒന്നിപ്പോ സാറ് പറഞ്ഞ പോലെ ആ ഷട്ടർ പൊക്കാനും താക്കാനുമുള്ള ക്രമീകരണം ഉണ്ടാകണം. 2, ആ അങ്ങോട്ടേക്കുള്ള കനാൽ, അങ്ങനെ അങ്ങോട്ടുള്ള ചാല് പൂർണ്ണമായും ക്ലീൻ ചെയ്യണം. 3, അവിടെ ഒരു പുലിമുട്ട് വെച്ച് അഴിമുഖത്തിലേക്ക് ഇങ്ങോട്ട് മണൽ വന്ന് അടിയാതെ പുലിമുട്ട് വെച്ച് ഒരു കവറിങ് ഉണ്ടാക്കണം. 4, മണൽ വാരണം. ഈ ബാക്കി 3 കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്താ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും വരാനില്ല. 4-മത്തെ കാര്യം മണൽ വാരൽ. ആ മണൽ വാരൽ സുഗമമായി അവരൊറ്റ പ്രളയത്തിന്റെ മറവിൽ, ഞാൻ പറയുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രളയത്തെ വിറ്റ് കാശാക്കി എന്ന് പറയുന്നത് ഞാൻ ഇതുകൊണ്ടാണ്. ആ പ്രളയത്തിന്റെ പേരിലാണ് നമ്മൾ ഏറ്റവും അധികം അദ്ദേഹം രണ്ടാമത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ കാരണം നമ്മുടെ ഓരോ മലയാളിയുടെ മുമ്പിൽ അദ്ദേഹം ആ പ്രളയകാലത്തെടുത്ത പല നടപടികളിലുമുള്ള ഒരു സ്നേഹവും ആരാധനയായിരുന്നു. പക്ഷെ അവിടെ പോലും സ്വാർത്ഥ താല്പര്യവും അതിലുപരി ആ പ്രളയത്തിന്റെ മറവിൽ ഈ നാടിനെ വിൽക്കുകയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഒത്തിരി താമസിച്ചു പോയി. ഇപ്പോൾ തൽക്കാലത്തേക്ക് തോട്ടപ്പള്ളിയിലെ ഖനനം നിർത്തിവെച്ചിരിക്കുകയാണ് ശ്രീ ഷോൺ ജോർജ്. താങ്കൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ്? ഇനി അങ്ങോട്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇവിടെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി അങ്ങോട്ട് അവിടെ ഖനനം നടന്നാൽ, അത് എന്റെ വാക്കാണ്, ഇനി അവിടെ ഖനനം നടന്നാൽ അത് കൃത്യമായി നാട്ടുകാർക്ക്, ഇപ്പോൾ അവിടുത്തെ പരിസ്ഥിതിവാദികൾ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട്, പരിസ്ഥിതിവാദികൾക്കല്ല അവിടുത്തെ പരിസ്ഥിതിക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകിക്കൊണ്ട് അവിടുത്തെ മണലിന്റെ വാല്യുവേഷൻ അനുസരിച്ച് ആഗോള ടെൻഡർ വിളിച്ച് ഈ നാടിന് വരാനുള്ള ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കാനുള്ള മുഴുവൻ പണവും കൃത്യമായി ഈ നാട്ടിലേക്ക് വരാതെ ഇനി ഈ കള്ളക്കച്ചവടത്തിന് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. അതിന് നിയമപരമായി പോരാടും. സർക്കാർ തലത്തിൽ അവിടെയുള്ള മുഴുവൻ ഖനന നടപടികളും 2019 ഈ ജിയോ അനുസരിച്ച് ഇപ്പോൾ നടത്തിയിട്ടുള്ള മുഴുവൻ നടപടികളും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അപ്പുറത്തേക്ക് ഞാൻ ആ കാര്യത്തിൽ മറ്റൊരു പരാതിയുമായി കോടതിയെ സമീപിക്കും. പക്ഷേ ഇതുവരെ ഇത് മരവിപ്പിച്ചിട്ടില്ല ശ്രീ ഷോൺ ജോർജ്. തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതൊരു ഉത്തരവിന്റെ രൂപത്തിലൊന്നും വന്നിട്ടില്ല. അല്ല, അതിനകത്തൊരു ഒരു പ്രത്യേക സംവിധാനമുണ്ട്. കാരണം മെയ് മാസം മുതൽ ജനുവരി മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഇത് തുറന്നു ഇരിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അത് മെയ് മാസത്തിലെ തുടരും. മെയ് മാസത്തിൽ അവിടെ മണൽ വാരാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും എതിർത്താൽ ഉടനെ പറയും പ്രളയം വരും, കുട്ടനാട് മുങ്ങും, അപ്പൊ എത്രയും പെട്ടെന്ന് മാറ്റണം, മാറി നിൽക്കാൻ പറയും. അപ്പം പരിസ്ഥിതിവാദികളും അങ്ങനെയുള്ള ആളുകൾ ഇവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും. ഞാൻ പറഞ്ഞില്ലേ, 226 പേർക്കെതിരെയാണ് അവിടെ ഈ അനധികൃത കരിമണൽ മോഷണം തടയാൻ വേണ്ടി സമരം ചെയ്ത 226 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോ എന്തുമാത്രം വലിയ പ്രതിരോധമാണ് അവിടെ, എത്രമാത്രം ഗുസ്തി പിടിച്ചാണ് ഈ വലിയ മോഷണം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു കാരണവശാലും തോട്ടപ്പള്ളിയിലോ ആറാട്ടുപുഴയിലോ ഇനി ഒരു അനധികൃത ഖനനം ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോവാ അവിടം വരെ പോകും. ശരി, അല്പസമയം കൂടി ടെലിഫോൺ ലൈൻ തുടരണം ശ്രീ ഷോൺ. അസ്കർ, ഷോണിന്റെ ഒരു വാക്കാണ് ഈ പറയുന്നത്, ഇനി അവിടെ കരിമണലെടുപ്പ് നടക്കില്ല. ഈ പറയുന്നത് പോലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ CMR-ന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നിർത്തുക. അസ്കർ, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം IRE-ലും
അതുപോലെ KMML ഖനനം നടത്താൻ അനുമതി ലഭിച്ച് ഖനനം നടത്തുന്നുണ്ടോ എങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാനാവും, അല്ലെങ്കിൽ അത് എങ്ങനെ തടയാനാകും എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഖനനാനുമതി ലഭിക്കുകയും അങ്ങനെ ലഭിക്കുന്ന ഖനനത്തിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഖനനം നടത്തുന്ന സ്വാതന്ത്ര്യം ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവിടെ CMRL പക്ഷെ ആ രീതിയിൽ നടത്തണം ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇത് എല്ലാവർക്കും ബോധ്യമാണ്, ഈ കരിമണൽ CMRലേക്ക് പോകുന്നുവെന്ന് അതേ പറഞ്ഞുള്ളൂ. അല്ലാതെ IREയും KMMലും നടത്തുന്നതിന് ആരും എതിര് നിൽക്കുന്നില്ല. അവിടുത്തെ നാട്ടുകാർ പോലും പറഞ്ഞു കരിമണൽ എടുത്തോട്ടെ, ഇൽമിനേറ്റ് ആക്കിക്കോട്ടെ, തിരിച്ചുകൊണ്ട് ഇടണം എന്നുള്ളതുമുണ്ടല്ലോ, വ്യവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നടന്നുകൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ചില ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. CMRLന് ഏതു തരത്തിലാണ് IREലും KMMലും നടത്തുന്ന ഖനനത്തിൽ നിന്ന് മണല് ധാതു സമ്പത്ത് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേട്ടുകേൾവി അല്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. താങ്കൾക്ക് ഇതുവരെ അത് ബോധ്യമായിട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. നമ്മുടെ കയ്യിൽ എത്രയോ രേഖകൾ ഇതേക്കുറിച്ചുള്ളതുണ്ട്. അല്ലാതെ CMRL എന്താണ്, എവിടെ നിന്ന് കിട്ടാനാണ്? CMRL ജപ്പാനിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ആയിരുന്ന സമയത്താണ് അവർ നഷ്ടത്തിലേക്ക് പോയത്. അവർ മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നു. നേരത്തെ 2004 ഖനനാനുമതി അവരുടെ കമ്പനിക്കുള്ള KREMLനുള്ള ഖനനാനുമതി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി അവർ ശ്രമം നടത്തി. അത് വ്യവസായ വകുപ്പ് പറ്റില്ല എന്ന് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഖനനം പാടുള്ളൂ എന്നതായിരുന്നു. അതിനുശേഷം 2019 കേന്ദ്രത്തിന് നിയമം വന്നു, സ്വകാര്യ സംരംഭകർക്ക് അങ്ങനെ എന്തെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണം എന്ന്. വ്യവസായ വകുപ്പിന്റെ മുൻപിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആ ഫയൽ വിളിച്ചു വരുത്തുന്നു, AGയുടെ നിയമോപദേശത്തിന് വിടുന്നു. 2020 AG നിയമോപദേശം കൊടുക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. അവസാനം മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം 2023 ഡിസംബർ 18 ആ അനുമതി, അന്ന് പണ്ട് കൊടുത്തിരുന്ന ആ അനുമതി അത് മരവിപ്പിച്ചത്, അത് തുടരാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ CMRLന്റെ എല്ലാ അപേക്ഷകളും തള്ളുന്നു. ഇത് സംഭവിച്ചു. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു പൊതുമേഖലയിൽ ഇവരെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടന്നു, അതും നടന്നില്ല, അതും വിജയം കണ്ടില്ല. അതിനിടയ്ക്ക് ദുരന്ത നിവാരണത്തിന്റെ മറവിൽ കുട്ടനാട്ടിലെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ കരിമണൽ വാരുവാനുള്ള അനുമതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ കിട്ടുന്നു. വളഞ്ഞ വഴിയിൽ അത് CMRലേക്ക് എത്തുന്നു. ഇത് കെട്ടുകഥയല്ല, ഊഹാപോഹമല്ല, രേഖകളുണ്ട്. eBay ബില്ലുകൾ ഏറ്റവും ഒടുവിലുണ്ട്. മണൽ അങ്ങോട്ട് പോയത് CMRലേക്ക് അല്ല. നിങ്ങളിപ്പോ പറയുന്നതും ഈ വിമർശകരുടെ എല്ലാ ബുദ്ധി വൈഭവം കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നതും CMRLന് ഖനനാനുമതി നൽകി ഖനനം നടത്തി CMRL കൊണ്ടുപോയി എന്നുള്ളത്. IREലിനും KMMലിനും ആണ് തോട്ടപ്പള്ളി ഖനനാനുമതി ഉള്ളത്. CMRLന് എങ്ങനെയാണ് ലോഡ് കണക്കിന് ഖനനം ചെയ്തെടുത്ത ധാതു സമ്പത്ത് കൊണ്ടുപോകാനാവുക? ഏത് വിചിത്രമായ വാദമുഖങ്ങളാണ് ഇക്കാര്യത്തിൽ. ശരി ഷോൺ, ഇനി ഞാൻ ഹസ്കറിനോട് ഇതിനെപ്പറ്റി പറയുന്നില്ല, അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു CPM സഹയാത്രികനാണ്. ശ്രീ ഷോൺ മറുപടി. അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഇതല്ലാതെ പറയാൻ കഴിയില്ല. പക്ഷേ സാറ് മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഈ 100% സാറ് പറയുന്ന ഞാൻ അംഗീകരിക്കുന്നു. എന്താണ് ഈ രണ്ട് സ്ഥാപനത്തിനല്ലാതെ, അത് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMMലും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായ IREലിനും മാത്രമാണ് ഖനനാനുമതി ഉള്ളത്. പക്ഷേ സാർ ഒന്ന് പരിശോധിക്കുക, അവിടെ നിന്നും വാരിക്കൊണ്ടുപോയ മണല് അവരുടെ റോ മെറ്റീരിയൽ അനുസരിച്ച് അവരുടെ റോ മെറ്റീരിയൽ സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഈ KMMലിന്റെ പ്രൊഡക്ഷൻ 2012 ഉണ്ടായിരുന്ന പ്രൊഡക്ഷന്റെ 1/3 പോലും 2020 അത് ഏറ്റവും കൂടുതൽ മണൽ കൊണ്ടുപോയിട്ടുള്ള സമയത്ത്, അതായത് കരിമണൽ അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ഈ KMMലിന്റെ പ്രൊഡക്ഷൻ 33% കുറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ മണൽ എങ്ങോട്ടാ പോയത്? ഇത് കൃത്യമായിട്ട് ഇപ്പം CR സാർ പറഞ്ഞു, വലത്തോട്ട് പോയാൽ KMML, ലോറി ഇടത്തോട്ട് പോയാൽ CMRL. അതായത് ആ ആറാട്ടുപുഴയിൽ നിന്ന് ലോറി ഹൈവേയിലേക്ക് കയറിയാൽ ഇത് എങ്ങോട്ട് തിരിയുന്നു എന്ന് മാത്രമാണ് കാര്യം. ഇവിടെ അതിന് കൃത്യമായിട്ട് CMRLനും KSEDCയും അതുപോലെ KMMലും തമ്മിൽ വലിയ അന്തർധാര, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ അന്തർധാര ഉണ്ടായിരുന്നു. അതിന് കൂട്ടുനിന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഇത്രയും വലിയ മാസപ്പടി എത്തിയത്. ഇത്രയും വലിയെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അക്കൗണ്ടിൽ കിട്ടിയത് ഇത്രയാണെങ്കിൽ അക്കൗണ്ടിൽ കിട്ടാത്തത് എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇത് കേരളം കണ്ടതില്ല. ഞാൻ ഈ മറ്റ് മുഖ്യമന്ത്രിയും മകളും കർത്തയും CMRലും ഒക്കെ മാറ്റിവെച്ചു. നമ്മുടെ നാടിന്റെ സ്വത്തല്ലേ ഇത്? ഗൾഫ് രാജ്യത്ത് പെട്രോൾ എങ്ങനെയാണ്, ഗൾഫ് രാജ്യം എങ്ങനെ ഈ നിലയിലെത്തി? അവർക്ക് ദൈവം കൊടുത്ത വരദാനമാണ് പെട്രോൾ അല്ലെങ്കിൽ ഫോസിൽ ഉൽപ്പന്നങ്ങൾ. അവിടെ നിന്നും കേരളത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഇന്ന്. ഇപ്പൊ നമ്മുടെ പെട്രോളിയത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ബാറ്ററിയുടെ കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ്.
ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് പോവാണ്. ബാറ്ററി ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളല്ല, അതിനകത്ത് ബാറ്ററിയുടെ നിർമ്മിക്കുക, അതുപോലെ AI ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. ഇവിടെ ഞാൻ ഈ ആറാട്ടുപുഴയിലെ 17 കിലോമീറ്റർ പരിസരത്ത് നിന്ന് 4 ഇടത്തുനിന്ന് ഞാൻ എന്റെ സ്വന്തം നിലയിൽ ഞാൻ മണൽ കളക്ട് ചെയ്ത് ബോംബെയിൽ ടെസ്റ്റിങ്ങിൽ അയച്ചിട്ടുണ്ട്. സർക്കാർ പറയുന്ന മിനറൽസ് തന്നെയാണോ ഇതിനകത്തൊന്നും അറിയണമല്ലോ. അതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ 1 കിലോയ്ക്ക് 4.5 കോടി രൂപ വിലയുള്ള മിനറൽസ് ലോകത്തുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ മിനറൽസ് ആണ് നമ്മുടെ നാട്ടിൽ ഉള്ളതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന റോക്കറ്റ് ലോഞ്ചിങ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ റോക്കറ്റ് ലോഞ്ചിങ്ങിന് ആവശ്യമുള്ള സോഫ്റ്റ് സ്പോഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ മിനറൽസിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇവിടെ നമ്മുടെ സർക്കാർ കണക്കനുസരിച്ച് 12 ഐറ്റം മിനറൽസ് ആണ് നമുക്ക് ഈ നമ്മുടെ നിലവിലുള്ള ആറാട്ടുപുഴ മുതൽ ഈ പ്രദേശത്തെ കരിമണലിൽ നിന്ന് ലഭിക്കുന്നത്. ആ 12 ഐറ്റം മിനറൽസിൽ 3 ഐറ്റം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി 9 ഐറ്റം തിരിച്ചു കളയാന്നാ പറയുന്നത്. കളയുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ബാക്കി 9 മിനറൽസ് പുറത്ത് കളയും. നമുക്ക് എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണമെന്ന് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ള 9 മിനറൽസ് നമ്മുടെ പൊതുമേഖലയിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഈ നാട്ടിൽ ഉണ്ടാക്കിക്കൂടാ? റോഡ് ഉണ്ടാക്കുന്നു, പാലം ഉണ്ടാക്കുന്നു, ആശുപത്രി ഉണ്ടാക്കുന്നു, വ്യവസായങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഇതല്ലേ ആദ്യം ചെയ്യണ്ടേ? നമ്മുടെ നാട് രക്ഷപ്പെടേണ്ടത് ആദ്യം ഇവിടെയല്ലേ? അവിടെ എന്തുകൊണ്ട് ചർച്ച നടക്കുന്നില്ല? ചർച്ചകൾ അങ്ങോട്ട് പോകണം. ഈ നാടിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇവിടുത്തെ ചെറുപ്പക്കാർ അന്യനാട്ടിലേക്ക് പക്ഷേ ഇവിടെ CMRL എങ്ങനെ സഹായിക്കാം, CMRL എങ്ങനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം എന്ന ചർച്ചയാണ് കരിമണലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7 വർഷമായി നടക്കുന്നത്. ശ്രീ ഷോൺ ജോർജ്, അതിനെയാണല്ലോ താങ്കൾ എതിർക്കുന്നതും ഇപ്പോൾ രേഖകളുമായിട്ട് കോടതികളെ സമീപിക്കുന്നതും അന്വേഷണ ഏജൻസികളെ സമീപിക്കുന്നതും. 27-ാം തീയതി ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, 27-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പരാതി അയച്ചു കഴിഞ്ഞ് 27-ാം തീയതി പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഈ ഖനനം ഇനി മുതൽ ഈ ഖനനം അനുവദിക്കരുതെന്നും, അത് മാത്രമല്ല ഇതിന് സെൻട്രൽ ആക്ട് പ്രകാരം നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്, അനുവദിക്കരുതെന്ന് മാത്രമല്ല ഇത് കൃത്യമായി പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ, ഈ നാടിന് വികസനം ഉണ്ടാകുന്ന രീതിയിൽ അവിടുത്തെ നാടിനെയും സംരക്ഷിച്ചുകൊണ്ട് അത് കൃത്യമായി ഖനനം ചെയ്യാനുള്ള നടപടികൾ, അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാതെ, നാട്ടുകാരെ ഉപദ്രവിക്കാതെ, ഈ നാടിന് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള മൈനിങ്ങിലേക്ക് നീങ്ങിയാൽ ഈ നാട് രക്ഷപ്പെടാൻ മറ്റൊന്നും വേണ്ട എന്ന്. ശരി, നന്ദി ശ്രീ ഷോൺ ജോർജ്.